ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള കോംബോ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പേര് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ഭാഗത്തിലും പാർട്ടികളിൽ ചൂടാനാവാണ്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടിയാണ്. നല്ല ക്രീമായിട്ടുള്ള ബട്ടർ ചിക്കനും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ബട്ടൂരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ ഒരു ബട്ടർ ചിക്കനിലെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം. അപ്പം നമുക്കാദ്യം ബട്ടൂര റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതാ 250 ml കപ്പിൽ 3/4 കപ്പിലും കുറച്ച് കൂടുതൽ പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1.5 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ പാലിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാനിപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഇതിപ്പം 250 ml കപ്പിൽ 3 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 3 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ വേണ്ട, ഏതെങ്കിലും ഓയിൽ ഉണ്ടാവില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കൂലേ അതുപോലെ നല്ലോണം ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ടിത് പൊങ്ങാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യുക. കറക്റ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഇത് പൊങ്ങി വരും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ എടുക്കും. ആ ഒരു ടൈമിൽ നമുക്ക് കറി റെഡിയാക്കാം. ഞാനിതാ ഒരു പോട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു 6 ഏലക്ക, 3 കറാമ്പൂ, ഒരു ചെറിയ പീസ് പട്ട, ഒരു ചെറിയ ബേ ലീഫ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു കറാമ്പു ഏലക്കൻ്റെ എല്ലാം ആ റോ സ്മെല്ലുണ്ടാവില്ലേ അത് മാറുന്നത് വരെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക, വഴറ്റിയെടുക്കുക. ഏലക്ക ഇട്ട് കൊടുക്കുമ്പം പൊട്ടിച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 8 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും കൂടിയാണ് കേട്ടോ പേസ്റ്റ് ആക്കിയതാണ്. അതും കൂടി ചേർത്തിട്ട് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോ സ്മെല്ല് മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കിയെടുക്കാം. അപ്പോൾ ഇതാ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ എല്ലാം റോ സ്മെല്ല് മാറിയ ശേഷം മാത്രം ഒന്ന് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണ്ടേ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഇതിപ്പം 1 വിസിൽ വേവിച്ച ചിക്കനാണ്. കുറച്ച് ഗരം മസാല പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് കുക്കറിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. ആ ഒരു ചിക്കനാണ് ഞാൻ ഇതിലേക്ക് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടില്ല, വെള്ളം മാറ്റിയിട്ട് ഇതിലേക്ക് ചിക്കന് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് മല്ലി മിക്സാണ്. ഞാനിപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം ആ ഒരു ചിക്കൻ്റെ വേവിച്ച വെള്ളയില്ലേ അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം വെള്ളം മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം, കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഈ ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഞാൻ 2 വർഷം മുമ്പേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും എത്ര എളുപ്പത്തിലുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഉണ്ടായാലും ഞാൻ ഈ ഒരു ബട്ടർ ചിക്കനെ ഉണ്ടാക്കലില്ലും കേട്ടോ. കാര്യം റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിക്ക് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ ഒരു മിക്സാക്കിയ മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു മുളകിൽ വെള്ളം വറ്റി വരുന്ന രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ആ ഒരു ടൈമിൽ ഇതാ ഞാൻ 2 ഉള്ളിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്കെല്ലാം ചെയ്യൂലേ അതുപോലെ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്ത ഉള്ളിയാണ്. 2 ഉള്ളി മീഡിയം സൈസിലുള്ള ഉള്ളി. അത് ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കലാണ്. പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ബട്ടർ ചിക്കൻ ഈസി ആയിട്ടെല്ലാം റെഡിയാക്കാമെന്ന്. പക്ഷേ ഇത് വേറെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ഉള്ളിയെല്ലാം ഫ്രൈ ആക്കിയിട്ട് അത് അരച്ചിട്ടാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ ഉള്ളിയെല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഉള്ളി ഫ്രൈ ആക്കിയത് അരച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട്. നല്ലോണം തണിഞ്ഞ് കഴിഞ്ഞാൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിക്ക്. എന്നിട്ടിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 തക്കാളി അരച്ചതാണ്.
വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിയുടെ ചെറിയ ജാർ ഉണ്ടാവില്ലേ, അതിൽ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം പേസ്റ്റ് ആയിട്ട് ഒരു 3 തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളി അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളറില്ലേ അത് ചേർത്ത് കൊടുക്കുക. നമ്മൾ റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന ബട്ടർ ചിക്കൻ ഒരു പ്രത്യേക കളർ ഉണ്ടാവില്ലേ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു തക്കാളിയെല്ലാം അരച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പം തന്നെ എന്താ പറയുക, അതിന് നല്ല കളർ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക. ഓൾറെഡി ചിക്കനെല്ലാം വെന്ത് വന്നതാണ്. നമ്മൾ എന്താ പറയുക, തക്കാളിയും ഉള്ളിയെല്ലാം ഒന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിക്കാന്ന് കേട്ടോ, ആ ഒരു സ്മെല്ല് മാറിക്കിട്ടാൻ വേണ്ടിക്കാന്ന്. അപ്പോൾ ഇതാ ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച ചിക്കൻ സ്റ്റോക്കില്ല, ആ ഒരു ചിക്കൻ വേവിച്ച് വെച്ച വെള്ളമില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടിപ്പോണ്ട, കുറച്ച് മാത്രം. 1 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ചിക്കനെ വേവിച്ചെടുത്തത് കേട്ടോ. ചിക്കൻ്റെ അളവെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ഉള്ളി എല്ലാം ചിക്കൻ കൂടുതലാണ് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളിൻ്റെ അളവെല്ലാം കൂട്ടിക്കോ കേട്ടോ. ഇനിയിപ്പം ആ ഒരു എന്താ പറയുക ഗ്രേവിയും കൂടി നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് ഞാനിതാ 1/2 കപ്പ് ഫ്രഷ് ക്രീം, നല്ല കട്ടിയുള്ള ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1/2 കപ്പാണ്. ഇനി ഇതിലേക്ക് ഒരു 15 കാഷ്യൂനട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തതാണ്. 15 കാഷ്യൂനട്ട് കേട്ടോ, അണ്ടിപ്പരിപ്പില്ലേ അത് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ അവസാനമായിട്ട് ഞാനിതാ കസൂരി മേത്തിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ തന്നെ ഗരം മസാല പൗഡറെല്ലാം ഇട്ടിട്ടല്ലേ വേവിച്ചേ, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ അടിപൊളി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ആവണം കേട്ടോ. ആദ്യം കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഒന്ന് സെറ്റായിട്ട് ഒന്ന് കുറുകി വരും കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മുകളിലായിട്ടും എന്താ പറയുക ഫ്രഷ് ക്രീമില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കസൂരി മേത്തി ഇട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. ഫ്രഷ് ക്രീമെല്ലാം എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാഷ്യൂനട്ട് എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് ബട്ടറെല്ലാം വെച്ചിട്ട് സെറ്റാക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ആ ഒരു പഴയ വീഡിയോയിൽ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവർ കണ്ടു നോക്ക്. ഇതേ സെയിം റെസിപ്പിയാണ്. ഞാൻ എപ്പോഴും ബട്ടർ ചിക്കൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഇതാ ആ ഒരു ടൈമിൽ നമ്മുടെ ബട്ടൂരക്കുള്ള മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. കറക്റ്റ് 1.5 മണിക്കൂർ പെട്ടെന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അതിന് കേട്ടോ. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. ഇനിയിപ്പോൾ ഇതാ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കലാണ്. ചെറുതല്ല, കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ട് തന്നെ എടുക്കണം. നമ്മൾ ബട്ടൂരക്ക് കുഴച്ചിട്ട് പരത്തുമ്പിൽ കുറച്ച് എന്താ പറയുക സൈസ് വേണം, കുറച്ച് കട്ടിക്ക് വേണം പരത്താൻ വേണ്ടിക്ക്. എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് ബട്ടൂര പൊങ്ങി വരാം കേട്ടോ. നമുക്ക് ബട്ടൂര ഏത് ഷേപ്പിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ റൗണ്ടിലൊന്ന് പരത്തിയെടുക്കലാണ്. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നല്ലോണം നേരിയ രീതിയിലല്ല, നമ്മൾ കുബൂസിനെല്ലാം പരത്തൂലേ കുറച്ച് കട്ടിക്ക്, അതുപോലെയാണ് കേട്ടോ ബട്ടൂരക്ക് വേണ്ടിക്ക് പരത്തണ്ടേ. അപ്പോൾ ഇതാ ഞാൻ റൗണ്ടായിട്ട് പരത്തിയെടുക്കലാണ്. ഇത് നിങ്ങൾക്ക് ഹാഫ് മൂണിൻ്റെ ടൈപ്പ് എന്താ പറയുക ഷേപ്പിൽ കട്ടാക്കിയിട്ട് ഇതാ ഇങ്ങനെ നേരെ കട്ടാക്കിയിട്ട് അങ്ങനെ ചുട്ടെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബോൾ 4 പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെയും ചുട്ടെടുക്കുക കേട്ടോ. എനിക്ക് ഹാഫ് മൂണിൻ്റെ ആ ഒരു എന്താ പറയുക ഷേപ്പിൽ കട്ടാക്കാനാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ കണ്ണൂർ ഭാഗത്തെല്ലാം പാർട്ടികളിലെല്ലാം അധികം 4 പീസായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ഞാനിപ്പോൾ ഇതാ 4ആയിട്ട് കട്ടാക്കി എടുക്കലാണ്. ആ ഒരു ഹാഫ് മൂണിൻ്റെ ടൈപ്പിൽ 2 കൂടി അങ്ങനെ ചുട്ടെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതുപോലെ പരത്തിയിട്ട് എല്ലാം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അവസാനം ഒന്ന് കേട്ടോ ചുട്ടെടുക്കുക. അപ്പോൾ ഇത് ചുട്ടെടുക്കുമ്പം എന്താ പറയുക കഴിക്കുമ്പോൾ നല്ല ചൂടോടെ കഴിക്കാനാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവാം. ഞാനിപ്പോൾ ഇതാ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളെൻ്റെ കഴിഞ്ഞ എന്താ പറയുക എല്ലാ വീഡിയോസിനും തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. യമനി മന്തി ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിനി. പിന്നെ ഇതുവരെ കാണാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എന്താ പറയുക വെളിച്ചെണ്ണയാണ്, ഏതോ ഇല്ലാലും കുഴപ്പമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. എണ്ണ നല്ലോണം ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ടൊന്ന് കുക്കാക്കി ഈ ഒരു ബട്ടൂരിയില്ലേ നമ്മൾ കട്ടാക്കി വെച്ചാൽ അതിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗത്ത് നമ്മൾ പൂരിയെല്ലാം ചെയ്യൂലേ അതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട കേട്ടോ. കാര്യം ഉൾഭാഗം കൂടി കുക്കാണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പരത്തിയെടുക്കുമ്പോഴേ കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പൊങ്ങി വരില്ല കേട്ടോ. പിന്നെ ഇത് നമുക്ക് കുറച്ച് വലിയ ചീനച്ചട്ടിയിലെല്ലാം റെഡിയാക്കുകയാണെങ്കിൽ ഒരുപാട് ബട്ടൂര ഒരുമിച്ചിട്ടിട്ടും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ ഇതിപ്പം ചെറിയ ചീനച്ചട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ടിട്ടിട്ടാണ് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ബട്ടൂര ഞാൻ കുക്കാക്കി എടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലും കൂടിയാണ് കേട്ടോ.
പിന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. കണ്ണൂരുകാർക്കെല്ലാം എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. എന്നാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ അധികം വരുത്തുന്നുണ്ട് ബട്ടൂർ എൻ്റെ പെർഫെക്റ്റ് റെസിപ്പി കാണിക്കും വിത്താന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ പാലിന് പകരമില്ലേ നമ്മൾ പാലൊഴിച്ചിട്ടല്ലേ കുഴച്ചെടുത്തേ. പാലിന് പകരം നിങ്ങൾക്ക് ഇളം ചൂട് എന്താ പറയുക വെള്ളവും പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലെല്ലാം കുഴച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും പാലിൽ കുഴച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പാൽപ്പൊടി ചേർത്തിട്ടും പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സാധാ കുബൂസെല്ലാം പോലെ ആയിപ്പോവും. ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയല്ലേ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിക്ക്. കുട്ടികൾക്കെല്ലാം ലീവല്ലേ, ക്രിസ്മസ് വെക്കേഷനിലെല്ലാം വരുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഇഷ്ടമാവും. ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒന്നുകൂടി ഉണ്ടാക്കി കൊടുത്തോ, അല്ലാത്തവരാണെങ്കിൽ ആദ്യമായിട്ടെല്ലാം കാണുന്നവരാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തോക്ക്. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ബട്ടർ ചിക്കന് നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ അധികം എന്താ പറയുക കുറേ ആൾക്കാർ ഈ ഒരു ബട്ടർ ചിക്കൻ അറിയുന്നവരായിരിക്കും. ഞാൻ 1 വർഷം മുമ്പേ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലേ. എന്നാൽ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കുന്നത് കേട്ടോ. നമ്മൾ ഉള്ളിയെല്ലാം ഫ്രൈ ആക്കിയിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും കമൻറ്റ് വായിക്കലുണ്ട് കേട്ടോ. സോറി, ഒരുപാട് പേർക്ക് ഞാൻ റിപ്ലൈ തരുത്തില്ല. ഇപ്പം പനിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നല്ല ബിസിയാണ്. പിന്നെ ഒരുപാട് പേര് എന്താ പറയുക കോൾ ചെയ്യലുണ്ട്, മെസ്സേജ് അയക്കലുണ്ട് വാട്സപ്പിൽ. അപ്പോൾ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാൻ കഴിയാത്തതുകൊണ്ടാണ്. ജാടിയാന്ന് അഹങ്കാരമൊന്നും വിചാരിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് 1 2 ആൾക്കാരാണെങ്കിൽ നമുക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാം. പക്ഷെ ഒരുപാട് പേര് ഒരുമിച്ച് നമുക്ക് മെസ്സേജ് അയക്കുമ്പില്ലേ എല്ലാവരും നോക്കുമ്പം എന്താ പറയുക എല്ലാവരും ഒരുപോലെ കാണുന്നുണ്ട്. എന്നെ പണ്ടേ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കിപ്പം ആർക്കും മെസ്സേജിനോ അല്ലാന്നുണ്ടെങ്കിൽ കോളിനോ ഒന്നും റിപ്ലൈ കൊടുക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വിളിക്കുമ്പോൾ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ സാധാ വീട്ടമ്മയാണ്. അപ്പം എല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ആരുടെങ്കിലും കോളിനോ മെസ്സേജിനോ ഞാൻ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ സോറി, ദേഷ്യമൊന്നും വിചാരിക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടും ആർക്കും തോന്നും ഓളിപ്പം ഫോണൊന്നും എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്ന്. നിങ്ങൾ മനസ്സിലാക്കണം. 1 2 ആൾക്കാരാകുമ്പോൾ നമുക്ക് മെസ്സേജിനെല്ലാം റിപ്ലൈ കൊടുക്കാം. ഒരുപാട് പേര് ഒരു ദിവസം കോൾ ചെയ്യും, മെസ്സേജ് ആക്കും. അന്നേരമില്ലേ നമുക്കെല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് അഹങ്കാരം ഒന്നും ചാടേന്നൊന്നും വിചാരിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും കമൻറ്റ് വായിക്കുന്നുണ്ട്. വായിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴും മോട്ടിവേഷനാണെന്നെല്ലാം പറഞ്ഞിട്ട് നല്ല നല്ല കമൻറ്റ് പറയുന്ന ആൾക്കാരുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.